ഹലോ മച്ചന്മാരെ, എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ സ്വന്തം എക്സ്പീരിയ ടെക്. മച്ചന്മാരെ, നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത് ഏതെന്ന് വെച്ചാൽ സോപ്പ് പെട്ടി കൊണ്ടൊരു അടിപൊളി പവർ ബാങ്ക് ഉണ്ടാക്കാൻ പോകണം. നമ്മൾ അത്യാവശ്യത്തിന് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പവർ ബാങ്ക്. നമ്മൾ പുറത്തോട്ട് പോകുമ്പോഴും എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് ബാറ്ററി ചാർജ് കാണത്തില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ എമർജൻസി ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ പവർ ബാങ്ക്. ഗെയിമിനൊക്കെ ഇഷ്ടപ്പെടുന്ന മച്ചന്മാർക്ക് ഈ പവർ ബാങ്ക് കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സോപ്പ് പെട്ടി കൊണ്ടൊരു പവർ ബാങ്ക്. അപ്പോൾ ഇതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പേ എൻ്റെ ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് താഴെ കാണുന്ന റെഡ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല അടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൂടെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ കിട്ടുന്നതാണ്. അപ്പോൾ ഇനി വച്ച് താമസിപ്പിക്കുന്നില്ല, നേരെ എൻ്റെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ മച്ചാന്മാരെ, എൻ്റെ വർക്ക്ഷോപ്പിലൂടെ അവർക്കും സ്വാഗതം. ഈ പവർ ബാങ്ക് ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനം ആവശ്യമുണ്ടെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു സോപ്പ് പെട്ടി എടുക്കാം. ഇതാണ് നമ്മുടെ മെയിൻ സാധനം. ഇതുകൊണ്ടാണ് നമ്മൾ പവർ ബാങ്ക് ഉണ്ടാക്കുന്നത്. ഇതിലാണ് നമ്മളെല്ലാം ഫിക്സ് ചെയ്യുന്നത്. അടുത്തായിട്ട് നമ്മൾ 7805 എന്ന് പറഞ്ഞ ഒരു 5 വോൾട്ട് റെഗുലേറ്റർ IC എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ 3 ബാറ്ററി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എടുത്തിട്ടുള്ളത് പഴയ ലാപ്ടോപ്പിൻ്റെ പൊടിച്ച ബാറ്ററിയാണ്. നിങ്ങൾക്ക് നമ്മുടെ മൊബൈൽ ബാറ്ററി എടുക്കാം, പഴയ മൊബൈൽ കേടായ മൊബൈലിൻ്റെ ബാറ്ററി എടുക്കാം. ഞാൻ പഴയ ലാപ്ടോപ്പ് ബാറ്ററിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ബാറ്ററി കണക്ട് ചെയ്യാൻ വേണ്ടി DC ചാർജിങ് സോക്കറ്റ് എടുത്തിട്ടുണ്ട്. മെയിൽ ആൻഡ് ഫീമെയിൽ എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഏകദേശം 10 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. USB ടൈപ്പ് എയുടെ മെയിൽ ആൻഡ് ഫീമെയിൽ സോക്കറ്റ് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ മെയിൽ ആൻഡ് ഫീമെയിൽ സോക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് മെയിൽ, ഇത് ഫീമെയിൽ, അങ്ങനെ മെയിൽ ആൻഡ് ഫീമെയിൽ സോക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം മച്ചാൻ വരെ നമുക്ക് നമ്മുടെ പണി തുടങ്ങിയാൽ ആദ്യം നമുക്ക് നമ്മുടെ സോപ്പ് പെട്ടി എടുക്കാം. സോപ്പ് പെട്ടി എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഡയമെൻഷൻസ് ഒക്കെ നോക്കാം. എന്നിട്ട് ബാറ്ററിയൊക്കെ എങ്ങനെ സീറ്റിംഗ് ആവുന്നത്, അതിൻ്റെ പൊസിഷനൊക്കെ നോക്കാം. കണ്ടില്ലേ, ബാറ്ററി കറക്റ്റായിട്ട് സീറ്റിംഗ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ബാറ്ററി സോൾവ് ചെയ്യാം. കണ്ടില്ലേ, ഈ കാണുന്ന സീരീസ് കണക്ഷനിലാണ് സോൾവ് ചെയ്യുന്നുണ്ട്. ഒരു ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ, മറ്റേ പോസിറ്റീവ് ടെർമിനലാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഇതുപോലെ ലാസ്റ്റ് നമുക്ക് ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ് മാത്രമേ വരാവൂ. അങ്ങനെ രീതിയിലാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതും സോൾവ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിനൊന്ന് കെട്ടിപ്പൊതിയാം. ഈ മഞ്ഞ ഇൻസുലേഷൻ അടിച്ചിട്ട് ഞാൻ കെട്ടിപ്പൊതിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് ടെർമിനലിൽ നമ്മുടെ വയർ കണക്ട് ചെയ്തിട്ടുണ്ട്, സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റെഗുലേറ്റർ IC എടുക്കാം. ഇതിൽ 3 ടെർമിനലാണുള്ളത്. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് 7 വോൾട്ടേജ് മുതൽ 24 വോൾട്ടേജ് ഒരു ഇൻപുട്ടായിട്ട് കൊടുക്കാൻ പറ്റും. പക്ഷേ നമുക്ക് വരുന്ന ഔട്ട്പുട്ട് കറക്റ്റ് 5 വോൾട്ട് ആയിരിക്കും. നമ്മുടെ മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ പറ്റുന്നത് കറക്റ്റ് 5 വോൾട്ട് ആയിരിക്കും ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് 24 വോൾട്ടേജ് വരെ ഇതിന് കൊടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജ് ആണ്. റൈറ്റ് സൈഡ് കാണുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. കണ്ടില്ലേ, ഈ പടത്തിൽ കാണുന്ന പോലെ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഇൻപുട്ട് വോൾട്ടേജ്, റൈറ്റ് സൈഡ് കാണുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ്, താഴെ കാണുന്ന ഗ്രൗണ്ടാണ്. ഇതാണ് ഇതിൻ്റെ സർക്യൂട്ട്. അപ്പോൾ നമുക്കത് ആ സർക്യൂട്ടിൽ കാണുന്ന പോലെ നമ്മുടെ ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഔട്ട്പുട്ടിന് വേണ്ടി ഒരു വയർ കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടില്ല, റെഡ് വയർ കണ്ടില്ല, ഇത് ഔട്ട്പുട്ട് വയറാണ്. ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്, എല്ലാം നീറ്റാണ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ USB സോക്കറ്റിൽ കൊടുക്കണം. പക്ഷേ മറ്റേ ഇത് കണക്ഷൻ കൊടുക്കാൻ അറിയത്തില്ലെങ്കിൽ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ കണക്ഷൻ കൊടുത്താൽ 5 വോൾട്ടേജ് ഗ്രൗണ്ട് ഇത് കറക്റ്റാണ് കൊടുത്താൽ ബാക്കി 2 കൊടുക്കണ്ട. അപ്പോൾ നമുക്ക് കറക്റ്റ് കൊടുക്കാം. കണ്ടില്ല, നമ്മുടെ വയർ എടുത്തിട്ടുണ്ട്. ഈ വയർ നമുക്ക് ഇതിൽ കറക്റ്റ് സോൾഡർ കൊടുക്കാൻ പോകണം. അപ്പോൾ നമ്മൾ അതെല്ലാം സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പരിപാടി കഴിഞ്ഞു. അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ USB സോക്കറ്റ് ഉണ്ടല്ലോ, ഈ ഫീമെയിൽ സോക്കറ്റ് നമുക്കൊരു ഹോൾഡർ നമുക്ക് ഇതിൽ ഫിക്സ് ചെയ്യണമല്ലോ, എന്നെ ഹോൾഡാണ്. നമ്മുടെ സോൾഡർ മച്ചാൻ പൊളിയാണ് കേട്ടാ, എന്നാ ഫാസ്റ്റായിട്ടാണ് ഹോൾ ഇടുന്നത്. കണ്ടില്ലേ, നിമിഷ നേരം കൊണ്ട് നമ്മുടെ ഹോൾ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഹോൾ ഇട്ടിട്ടുണ്ട്. ഒരു താങ്ക്സ് പറഞ്ഞേക്കാം. അപ്പോൾ നമ്മുടെ ഹോൾ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ USB സോക്കറ്റിന് ഒരു ഹോളായിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല കിട്ടുന്ന ഹോളായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് സീറ്റിംഗ് ആയിട്ടുണ്ട്. അടുത്ത് നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഈ പവർ ബാങ്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫീമെയിൽ സോക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സോൾഡർ എടുത്തിട്ടുണ്ട്, നെഗറ്റീവ് പോസിറ്റീവ് കറക്റ്റായി സോൾഡർ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ സോൾഡർ എണ്ണാൻ ഒരു രക്ഷയില്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടല്ലേ, ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ട് നമ്മുടെ ഹോളെ കിട്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അതും സെറ്റ് ആയിട്ടുണ്ട്. അടുത്ത് നമ്മൾ ആദ്യം ഫിറ്റ് ചെയ്ത് വെച്ച കുറേ സംഭവങ്ങളുണ്ടല്ലോ, ബാറ്ററിയും USB സോക്കറ്റൊക്കെ, അതൊക്കെ നമ്മുടെ ഈ സോപ്പ് പെട്ടിക്കകത്ത് നമുക്ക് കറക്റ്റ് സീറ്റിംഗ് ആകുമോ എന്നൊക്കെ നോക്കാം. കറക്റ്റ് നമ്മുടെ ഏത് പൊസിഷനിൽ വയ്ക്കുന്നതൊക്കെ നോക്കാം. കണ്ടില്ലേ, ഈ പൊസിഷനിലാണ് വയ്ക്കേണ്ടത്. നമ്മുടെ USB സോക്കറ്റൊക്കെ അത് ഹോൾഡ് പ്ലേസിലാണ് വയ്ക്കേണ്ടത്. നമ്മുടെ റെഗുലേറ്റർ IC കറക്റ്റ് ഒന്നിലും ടച്ച് ആവാത്ത രീതിയിൽ, ഷോർട്ട് ആവാത്ത രീതിയിൽ വയ്ക്കുക. അപ്പോൾ നമ്മളെല്ലാം സീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇത്തിരി ഗം വെച്ച് ഒട്ടിക്കുന്നുണ്ട്. ഞാൻ ഗ്ലൂ ഗണ്ണിൻ്റെ ഗം വെച്ചിട്ടാണ് ഞാൻ ഇത് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ കിടിലായിട്ട് ഒട്ടിയിട്ടുണ്ട്. നല്ല ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ട് ഒട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ DC ചാർജ് കൊടുക്കുന്നില്ലേ, അതിൻ്റെ കണക്ഷൻ എങ്ങനെ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇൻപുട്ട് ഉണ്ടല്ലോ, 1ഉം 2ലുമാണ് കണക്ഷൻ കൊടുക്കേണ്ടത്. അത് നെഗറ്റീവ് 2ൽ കൊടുക്കുക, പോസിറ്റീവ് 1ൽ കൊടുക്കുക, മാറി കൊടുത്ത് കളയരുത്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 5 വോൾട്ടാണ്. അപ്പോൾ നമ്മുടെ കണക്ഷൻസ് അതുപോലെ നോക്കി കൊടുക്കുക. നമ്മളിപ്പോൾ ആ കണക്ഷനാണ് കൊടുക്കുന്നുള്ളത്. അപ്പോൾ നമ്മുടെ ആ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ സോപ്പ് പെട്ടി മാച്ചാൻ അടിപൊളിയായിട്ട് തയ്യാറായിട്ടുണ്ട്. നമ്മുടെ പണിയെല്ലാം അടിപൊളിയായിട്ട് തീർത്ത് തന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിനെ അടയ്ക്കാം. അപ്പോൾ ഈ അകത്തുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പവർ ബാങ്ക് റെഡി. നമ്മുടെ സോപ്പ് പെട്ടി കൊണ്ടുള്ള പവർ ബാങ്ക് ഇതാ റെഡി ആയിട്ടുണ്ട് മച്ചാന്മാരെ. ഇനി നമുക്കിനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇതിനെ ടെസ്റ്റ് ചെയ്യുക. അതാണ് എൻ്റെ അടുത്ത പരിപാടി.
മച്ചന്മാരെ സോപ്പ് പെട്ടി ഉണ്ടാക്കിയിട്ടുള്ള പവർ ബാങ്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട മച്ചന്മാർ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക, മാത്രമല്ല കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ പവർ കാണിക്കുക മച്ചന്മാരെ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് എളുപ്പത്തിൽ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കും. വെറും 50 രൂപയ്ക്ക് അകത്ത് മാത്രമേ ഈ ചിലവ് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് അടിപൊളി പവർ ബാങ്കാണ്. മച്ചന്മാരെ, നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടൺ അമർത്തി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൂടെ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി ക്രേസി വീഡിയോസ്, ഫൺ വീഡിയോസ്, അടിപൊളി എക്സ്പെരിമെൻറ്റ് വീഡിയോസൊക്കെ നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോസിൽ കാണുന്നവരെ ബൈ ബൈ ഫ്രം എക്സ്പീരിയ ടെക്.